ലക്ഷ്യം കേരളത്തിന്റെ സമഗ്ര വളർച്ച. സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുമെന്ന് വി.ഡി. സതീശൻ. സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനാണ് ഈ ബജറ്റ് എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആക്ഷേപം ശരിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാകണം, സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് തന്നെയാണ് നയം. സ്വകാര്യ നിക്ഷേപത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് പണമുണ്ടാക്കി ആ പണം ഉപയോഗിച്ച് പാവങ്ങളെ സഹായിക്കുമെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ 5 പൈസ കയ്യിലില്ല, എന്നിട്ട് പഴയതുപോലെ ആകണമെന്നാണ് പറയുന്നത്. അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇക്കാര്യം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേരളത്തെ 25 കൊല്ലം പിന്നിലേക്ക് കൊണ്ടുപോകാനല്ല, 25 കൊല്ലം മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. 87,000 കോടി രൂപയുടെ കടവും ഇപ്പോൾ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുമുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ സാധിക്കുക? ഇവിടെ നിക്ഷേപം വേണ്ടേ? നിക്ഷേപകരെ കൊണ്ടുവരുന്നതിന് ഓരോ സംസ്ഥാനവും മത്സരിക്കുകയാണ്, തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും. എന്നാൽ ഇവിടെ വരാൻ പാടില്ല. സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, അതുവഴിയേ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഏതു മേഖലയാണ് സ്വകാര്യവൽക്കരിച്ചത്? KSRTCയെ സ്വകാര്യവൽക്കരിച്ചു, വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിച്ചു. ഒരു മേഖലയെയും സ്വകാര്യവൽക്കരിച്ചിട്ടില്ല. അദാനി ഇവിടെ പോർട്ട് കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്ത പിണറായി വിജയനാണ് സ്വകാര്യ നിക്ഷേപത്തെ എതിർക്കുന്നത്. പോർട്ടിൽ നിക്ഷേപിക്കാനുള്ള പണം സംസ്ഥാനത്തിനുണ്ടോ? വിഴിഞ്ഞത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരു ഷിപ്പിൽ ലോജിസ്റ്റിക് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി കേരളത്തിനുണ്ടോ? അപ്പോൾ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് മത്സരമുണ്ടാക്കി ആ നിക്ഷേപത്തിലൂടെ ബാർജ് ലോജിസ്റ്റിക്സും വെസൽ ലോജിസ്റ്റിക്സും തുടങ്ങണം. ഒരു സംശയവും വേണ്ട, അത് തന്നെയാണ് പോളിസി. പോർട്ടിന് പുറത്തും വികസിപ്പിക്കും. ഫിഷറീസ് കയറ്റുമതി ഉണ്ടാകും, തൊഴിലവസരങ്ങൾ കിട്ടുന്ന ലോജിസ്റ്റിക് പാർക്കുകൾ ഉണ്ടാകും. സർക്കാരിൻ്റെ ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കൊടുക്കും. ഇത് ചെയ്തില്ല എങ്കിൽ കേരളം പിന്നിലേക്ക് പോകും. അതുകൊണ്ട് സ്വകാര്യ നിക്ഷേപത്തെ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കും. ബജറ്റിൽ ഒരു സ്ഥലത്ത് സ്വകാര്യവൽക്കരണം പ്രഖ്യാപിക്കുന്ന ഒരു വാക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തിയിട്ട് എത്ര നാളായി? പെൻഷൻ പറ്റുമ്പോൾ കരാർ അടിസ്ഥാനത്തിലാണ് ജോലിക്ക് എടുക്കുന്നത്. ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ കഴിയുന്ന എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടിവിടെ? അതുകൊണ്ടാണ് ഇവിടെ ആരും നിൽക്കാത്തത്. എഞ്ചിനീയറിംഗ് പഠിച്ചു വരുന്ന കുട്ടിക്ക് ജോലി കൊടുക്കാൻ ഏത് സ്ഥാപനമുണ്ട് ഇവിടെ? കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? വി.ഡി. സതീശൻ ചോദിച്ചു. ബജറ്റിലെ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഒരു മെക്കാനിസം കൂടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൃത്യമായ പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ടാകും. ഓരോ 3 മാസം കൂടുമ്പോഴും ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യകാര്യത്തിൽ കേരളത്തിന്റെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നതിനും തിരിച്ചുപിടിക്കുന്നതിനുമുള്ള പദ്ധതികൾ ബഡ്ജറ്റിലുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്ന ഒരു പ്രധാന കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും കൂട്ടിച്ചേർത്തു.